ഹലോ ഓൾ, ഹാപ്പി ഓണം ടു ഓൾ. ഇന്ന് സെപ്റ്റംബർ 5th ഞാൻ ഷൂട്ട് ചെയ്തത്. ഇത് എന്ന് ഇടുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഇന്നാണ് നമുക്ക് ഇവിടെ ഓണം. എല്ലായിടത്തും ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിലെ ഓണമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവണം, അവിടെ ഇപ്പൊ നൈറ്റ് ആയിട്ടുണ്ടാവണം. സോ നമ്മളിപ്പോ ഇവിടെ ഓണത്തിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ കറികൾ ഉണ്ടാക്കുന്നു. വലിയ ഗ്രാൻഡ് ഒന്നുമല്ല, വീട്ടിലെ ചെറിയൊരു ഓണം. ഇപ്പൊ നമ്മൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി, അവിയലും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ സദ്യ ഒരുക്കുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. പുറത്ത് നല്ല മഴയാണ്, അപ്പൊ നമുക്ക് ഇനി പുറത്ത് പോയി ഫോട്ടോ എടുക്കാനോ ഗെയിം കളിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ വീട്ടിലൊരു തട്ടിക്കൂട്ട് ഓണം നമുക്കിന്ന് കാണാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഹാപ്പി ഓണം ടു ഓൾ. നമ്മൾ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. സോ പാവയ്ക്ക ഏഞ്ചിൽ വറക്കുന്നു. ഓ, അതിനാണ് ഈ പാവയ്ക്ക കിച്ചടി. കിച്ചടിക്കുള്ള പാവയ്ക്ക ഏഞ്ചൽ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കിച്ചടി ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മമ്മി? നമ്മൾ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറ്, പാവയ്ക്ക കിച്ചടി, കൊണ്ടാട്ടം, പപ്പടം ഇന്നലെ തന്നെ വറുത്ത് വെച്ചു. പിന്നെ എരിശ്ശേരി ഇന്നലെ ഉണ്ടാക്കി, അവിയൽ ഇന്നലെ ഉണ്ടാക്കി, പുളിഞ്ചി ഇന്നലെ ഉണ്ടാക്കി. ഉണ്ടാക്കാൻ പോണ പായസം. ഇത് അപ്പൊ ഓൾറെഡി അത്യാവശ്യം കുറച്ച് കൂടുതൽ സദ്യ വട്ടങ്ങൾ ഉണ്ടാക്കി ഇന്നലെ. അപ്പൊ ഇത്രേ ഉള്ളൂ, എന്റെ മനസ്സിനകത്ത് ഇത്രേ ഉണ്ടായുള്ളൂ. അത്ര മതി. ഞാൻ വളരെ 2-3 കറി ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ ഇപ്പൊ കുറെ കറികളുണ്ട്. ഗായ്സ്, നമ്മൾ എന്നിട്ട് ഇവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പായസം ഷാൻജിയോ പറയണേ? നമ്മൾ പാലട പായസം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ പായസമാണ് ഉണ്ടാക്കാൻ പോണേ. ലെറ്റ്സ് സീ അതെങ്ങനെ വരും എന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പൂക്കളം ഉണ്ടാക്കണം. പൂക്കളത്തിന് നമ്മൾ നമ്മുടെ വീണ്ടും ഉമ്മറത്തുള്ള കുറച്ച് പൂക്കൾ പറിക്കാം എന്നാണ് വിചാരിക്കുന്നത്. This is the climate today. അതേ ഒരു സ്ട്രോബെറി ഇന്നത്തെ ക്ലൈമറ്റ്. കുറച്ച് മഴയും നല്ല കാറ്റൊക്കെയാണ്. അപ്പൊ ഇവിടുത്തെ പൂക്കള് ഒക്കെ പറിക്കണം. പിന്നെ കുറെ പൂക്കളൊക്കെ നമ്മൾ ഉള്ളിലോട്ട് എടുത്തു വെച്ചു, ഓൾറെഡി ക്ലൈമറ്റ് വെതർ ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോ കുറച്ച് പൂക്കളൊക്കെ ഇവിടെ നിന്ന് പറിച്ചിട്ട് നമ്മൾ വീടിൻ്റെ അകത്ത് ഒരു പൂക്കളം ഉണ്ടാക്കണം. ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും ഉണ്ട്, നമുക്ക് ഇവിടെ നിൽക്കാൻ അങ്ങനെ പറ്റുന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. ബാർ, കിച്ചടി, പപ്പടം, ചോറ്. അയ്യോ, ഡേറ്റ് കഴിഞ്ഞാ? ഓഗസ്റ്റ് 5. അതൊന്ന് നോക്കി. ഓഗസ്റ്റ് 5 എന്ന് പറഞ്ഞാലേ അയച്ചത് തന്നെ ഓഗസ്റ്റ് 16 എന്തോരം വേണം. അപ്പൊ നമ്മുടെ ഫുഡ് ഈസ് ഓൾമോസ്റ്റ് റെഡി. മോസ്റ്റ് ഓഫ് ദി ഫുഡ് ഐറ്റംസ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനിയുള്ളത് പായസം ആവാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. പായസം കുറുകിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ പുറത്ത് പോയി പൂക്കളൊക്കെ പറിക്കുന്ന ഒരു വൈബ് പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ സാരി കൊടുക്കുമ്പോഴേക്കും മിക്കവാറും ഇരുട്ടാവും. അപ്പൊ ഫുഡിന്റെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് റെഡി ആവാം. കുറച്ച് മെനയാവും, ഓണമൊക്കെ അല്ലേ അല്ലേ? ഏഞ്ചൽ സേ ഫ്യൂ വേർഡ്സ്. അതായത് ഞാൻ എന്ത് പറഞ്ഞാലും ഏഞ്ചൽ പറയും, അങ്ങനെ പറയല്ലേ, ഇങ്ങനെ പറയല്ലേ, അത് പറയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു വ്ളോഗിൽ ഒന്നും എനിക്ക് പറയാണ്ടാവില്ല, എല്ലാം ഞാൻ മിണ്ടാതിരിക്കേണ്ടേന്ന്. അപ്പൊ ഏഞ്ചൽ തുടങ്ങുന്ന വ്ളോഗ് അങ്ങനെയാണ്. അത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ഇനി ഏഞ്ചൽ ഓണത്തിനെ പറ്റി 2 വാക്ക്. അപ്പൊ മിണ്ടാതെ വരികയാണ് ഏഞ്ചൽ. ഇതാണ് ഞാൻ മനസ്സിലായില്ലേ? മമ്മി, ഓണത്തിനെ പറ്റി 2 വാക്ക്. അല്ലെങ്കിൽ വേണ്ട, മല റെഡി ആയിട്ട് ചോദിക്കാം. ഈ വീടുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എനിക്ക് കാനഡയിൽ വന്നിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അലമാരികളുണ്ട്. ഇത് നമുക്ക് വാർഡ്രോബും ക്ലോസറ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ വിന്റർ ക്ലോത്ത്സ് ഉണ്ട്, സമ്മർ ക്ലോത്ത്സ് ഉണ്ട്, ഫോണിന് വേണ്ടിയിട്ടുള്ള വേറെ ക്ലോത്ത്സ് ഉണ്ട്. പിന്നെ അത് വെക്കാൻ ഒത്തിരി സ്റ്റോറേജ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ ഇത്രയും പേര്, ഇത്ര ഗേൾസ് ഉള്ളതുകൊണ്ട് ഒത്തിരി ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങള് ട്രഡീഷണൽ ഡ്രസ്സ് താഴെ ഒരു വലിയ ബോക്സിലാക്കിയിട്ട് വെച്ചു. അത് തന്നെ 5-6 ബോക്സ് ഉണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട സാരി തപ്പി കണ്ടുപിടിക്കണം. മുണ്ട്, പപ്പയ്ക്കുള്ള മുണ്ടൊക്കെ തപ്പി കണ്ടുപിടിക്കാനൊക്കെ നല്ല ടൈം എടുത്തു. നമ്മള് അതൊക്കെ കുറെ കഷ്ടപ്പെട്ട് എല്ലാവരും ഓരോ സാരിയും ബ്ലൗസും ഒക്കെ പിറക്കി എടുത്തോണ്ട് വന്ന് ഇപ്പൊ എല്ലാം സോർട്ടഡ് ആയിട്ട് ഇപ്പൊ എല്ലാവരും ഡ്രസ്സൊക്കെ മാറണേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു വേഗം സാരിയൊക്കെ മാറിയിട്ട്, ബിക്കോസ് ഇനിയിപ്പോ സമയമില്ല. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് പുറത്ത്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ റെഡി ആയി കഴിയുമെന്ന് എനിക്കറിയില്ല. വേഗം റെഡി ആയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം, പൂക്കൾ പറിക്കണം, പൂക്കൾ ഇടണം, ഗെയിംസ് കളിക്കണം, ഫുഡ് കഴിക്കണം. ഇതുവരെ ആരും ഒന്നും കഴിച്ചിട്ടില്ല ഈ വീട്ടില്. അപ്പൊ നമുക്ക് വേഗം റെഡി ആകാം. ഫുള്ളൊരു വീട് മെസ്സിലാണ് കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് സാരി എടുക്കാൻ അറിയാമെന്ന്. എനിക്ക് അത്ര അറിയൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ മൾക്കോട്ടൺ സാരിയാണ്. എൻ്റെ തന്നെ സ്വന്തം ബ്രാൻഡിന്റെ ആണ്.
അപ്പൊ നിങ്ങൾക്കോട് ഭയങ്കര എളുപ്പമാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. ഉടുക്കാൻ അറിയാത്തവർക്ക് ഉടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഉടുക്കാമെന്ന് വിചാരിച്ചു കൊടുക്കുന്നത്. Who's that? മിണ്ടാതെ ഉരിയാടാതെ ഏഞ്ചൽ എത്തിയിരിക്കുകയാണ്. Shut up. അപ്പൊ നമുക്ക് വേഗം റെഡി ആകാം. സോ ഗൈസ് വി ആർ ഓൾമോസ്റ്റ് സെറ്റ്. ഇവിടെ തേക്കാത്ത പോലെ ഉണ്ട്. ഇത് ഒന്നും ഏഞ്ചൽ തേച്ചില്ല. ഏഞ്ചൽ തോന്നിയ പോലെ അവളുടെ സാരി മാത്രം ഇങ്ങനെ ഇടണം. അത് ഭയങ്കര തണുപ്പായി. അതിന് അയച്ചിടാ അല്ലെ? അല്ല, അയച്ചിടണ്ട. വേഗം റെഡി ആവണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞു. എനിക്കിനി ഹെയർ ചെയ്യാനുണ്ട്, പിന്നെ എന്തെങ്കിലും ഓർണമെന്റ്സ് ഇടാനുണ്ട്. ഏഞ്ചല തുണി മടക്കി ഞാൻ മര്യാദക്ക് ഞാൻ തേച്ചാൽ എനിക്ക് തേക്കാൻ എനിക്ക് വലിയ കുഴപ്പം. പക്ഷെ കുഞ്ഞു നിൽക്കൽ പണിയാണ്. എന്നാലും എന്താ ഇവിടെ പൊട്ടിയേ? അപ്പൊ നീ ഭാഗം കൊണ്ട് കുത്തിയതല്ലേ, ചോരയായിരിക്കും. നമുക്ക് ഈ ഇതൊക്കെ ഓർണമെന്റ്സ് ആണ് ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും കുറച്ച് ഹറിബറിയിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ലെറ്റ് മീ ഷോ യു മൈ ഡാഡ്. പപ്പ ഇതുവരെ വളരെ അൺബോധഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം പുള്ളി എന്ത് ചെയ്യാൻ. പപ്പ ഹാപ്പി ഓണം. കഴിഞ്ഞ റെഡിയായി കഴിഞ്ഞ മേക്കപ്പ് ഇട്ടാ? മുടി ശരിക്കും ചെയ്യിട്ടില്ല. നമുക്കിപ്പോ ഫുൾ കൺഫ്യൂഷൻ ആണ് ഏതായിരിക്കും ഭംഗി ഉണ്ടാവുന്നത്. ഇതൊക്കെ ഇത്തിരി ഓവറാവുമോ എന്ന് ചോദിച്ചാൽ രസമുണ്ട്. നമുക്ക് ഈ സ്റ്റൈലിങ്ങിനാണ് ആക്ച്വലി കൂടുതൽ സമയം നമ്മുടെ പോവുക. അല്ലെങ്കിൽ നമുക്കെല്ലാം സെറ്റ് ആണെങ്കിൽ വേഗം വെച്ചാൽ മതിയല്ലോ. വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരുക്കിൻ വെള്ളം. ഇത് ചിലപ്പോൾ രസമുണ്ടാവുമായിരിക്കും. ലെറ്റ്സ് ചെക്ക് ദിസ് ഔട്ട്. ഞാനീ പണ്ടത്തെ അമ്മൂമ്മമാരുടെ പോലെ ഉള്ളൂ എന്നാണ് എനിക്കൊരു ഫീല്. ഇതെന്തത് തിരുവാതിരയ്ക്ക് പോണ പോലെ ഉണ്ട്. ഞാൻ എന്താ ഭംഗിന്നാണ്. ദിസ് ഇസ് സിമ്പിൾ ആൻഡ് ക്യൂട്ട്. ഞാൻ അവരോട് ചോദിക്കട്ടെ, എടി ഇതിനകത്ത് ഏതാ നല്ലത്? നമ്മുടെ പ്രോഗ്രാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഞാനോ? നിന്റെ ഇപ്പൊ നല്ല ഡ്രസ്സുണ്ട്, പോത്തെ ഒരു സ്റ്റൈലായിട്ടുണ്ട്, മനസ്സിലായി? ഹലോ, അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഹെയർ കൂടി ഉള്ളു. വേഗം ഒന്ന് ഹെയർ കെട്ടിയേ. ഇത് ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാ ഒരു തനി മലയാളി തനിമുള്ള ഒരു കൊച്ചു അങ്ങനെയാണ്. It doesn't look good, Angel. I quit. Angel, നീ എന്നെ ഭംഗിയാക്കാൻ വന്നത് തന്നെയാണോ? മമ്മി എന്റെ മുടി ഒരു രസമില്ല. എന്റെ സാരി ഉടുത്തക്കണ രസമില്ല. അന്നാ അത് എനിക്കും തന്നെ ചിലപ്പോ എനിക്ക് വാങ്ങിട്ടോ. ഒന്ന് കൊണ്ടുവന്നേ. അല്ല വെറുതെ നോക്കാനാ. രണ്ടും കൂടി ഇടാൻ നല്ലതാ. മമ്മി ഞാൻ വിചാരിക്കണേ ഇത് മാറ്റിക്ക ചിലപ്പോ ഇത് ഭംഗി അറിയുന്നു വിചാരിച്ച് മനസ്സിലാക്കുമ്പോ പറയാ രണ്ടും കൂടെ നല്ല മാച്ചാണ്. മമ്മിയുടെ സെൻസ് വെച്ചിട്ട് മമ്മി ഇവിടെ ജനിക്കേണ്ടവളല്ല. ശരിയാ. ഫുഡ് കഴിച്ചു. സോ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. കുറച്ച് അത്ര ഭംഗിയിലാണ് എനിക്ക് വിഷമമായി. എന്തത് ഭംഗി വരാത്ത ചില ദിവസങ്ങളിൽ നമ്മളെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇത് ആ ദിവസമാണെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര കുഴപ്പമില്ലാതെ തോന്നുന്നു. വെതർ ഭയങ്കര മോശമാണ്. ഭയങ്കര തണുപ്പും കാറ്റും. നമുക്ക് ഫോട്ടോ എടുക്കാൻ ആക്ച്വലി നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ മമ്മീനെ കാണാൻ ഭംഗിയുണ്ട്. താങ്ക് യു. നമ്മളിനി പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള കുറച്ച് പൂക്കൾ. പക്ഷെ ഞാൻ മൈക്ക് ഊരി വെച്ചിട്ട് ഇവിടെ വന്ന് വർത്താനം പറയുന്നത്. അപ്പൊ കുറച്ച് പൂക്കൾ പറിച്ചിട്ട് നമ്മൾ പൂക്കളം ഇടാൻ പോവുകയാണ്. പൂക്കൾ കാണിച്ചോ? മമ്മിയുടെ എല്ലാ ഫ്ലവേഴ്സും നമ്മൾ ഇന്ന് പൊട്ടിക്കുന്നതാണ്. ഡാലിയ ഒക്കെ നമ്മൾ പൊട്ടിച്ചു. രണ്ടെണ്ണം അവിടെ വെറുതെ ഷോക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നല്ല കളറുള്ള ചെടിയുണ്ട്. പക്ഷെ നമ്മുടെ നാട് പോലെ അപ്പുറത്തെ വീട്ടിൽ നമുക്ക് പറിക്കാൻ പറ്റില്ലല്ലോ. അപ്പുറത്തെ വീട്ടിൽ നല്ല ചെടിയുണ്ട്. പിന്നെ അവർക്ക് മനസ്സിലാവില്ല. സോ ഇത് നമുക്ക് അപ്പുറത്തെ വീടിന്റെ നമ്മുടെ സൈഡ് തന്നെയാണ് ആക്ച്വലി പറയേണ്ട കാര്യം തന്നെ. നമ്മളിത് പറിച്ചു. പക്ഷെ ദാറ്റ്സ് ഓക്കേ. നമ്മുടെ വളപ്പിൽ തന്നെ. അങ്ങനെ എന്ത് പറയില്ലേ? വളപ്പിൽ എന്ന് പറയില്ലേ മമ്മി? കാവേനെ കാണിച്ചു കൊടുക്കട്ടെ പ്ലീസ് മൂവ്. അതിന് ഓണം ഔട്ട്ഫിറ്റിൽ വരാത്തവരെ കാണിക്കില്ല. കാവ്യ നല്ല സുന്ദരിയായിട്ടുണ്ട്.
എന്റെ അമ്മ വീട്ടിൽ അടിപിടിയായിരുന്നു. ഇവിടത്തെ അത്ര അടി അവിടെ ഉണ്ടാവാൻ വഴിയില്ല. ഇനി നമുക്കൊരു പൂക്കളം കൂടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ എല്ലാം പരിപാടിയും ശരിയാവും അല്ലേ കാര്യം? പൂക്കളിടാനുള്ള സ്ഥലമുണ്ടോ? പിന്നെ നിങ്ങൾ എല്ലാവരോടും അത് കഴിഞ്ഞിട്ട് ഓണത്തിന്റെ ഐതിഹ്യമാണ് ചോദിക്കാൻ പോണത്. അല്ല കാവ്യുണ്ട് ഐതിഹ്യം പറയാൻ, അപ്പൊ കുഴപ്പമില്ല. കാവ്യ ഇല്ലത്തിലെ കുട്ടിയാണ്. ഇല്ലത്തിൽ എങ്ങനെയാ ഓണം ആഘോഷിക്കാറ്? കോലത്തെ കുട്ടി നല്ല രസമാണ്. 10 ദിവസം നമ്മള് ഫുള്ള് പൂക്കളിടും. രാവിലെ എണീക്കും, കുളിക്കും, പറിച്ചിട്ടിടും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളിങ്ങനെ തറ കെട്ടിട്ട് നാട്ടിലൊക്കെ ആദ്യം തറ ഇട്ടും. പിന്നെ മറ്റേ ഓണത്തപ്പനുണ്ട്. എത്രാം ദിവസം ഇടും നമ്മള് വെക്കണേ? ഓണത്തപ്പനെ ലാസ്റ്റത്തെ 3-4 ദിവസം തോന്നുന്നു. എനിക്ക് കറക്റ്റ് 3 ദിവസം മുമ്പ് കണ്ടു വെക്കും. പുരാണം ഉത്രാടത്തിന് മുമ്പ് പറഞ്ഞത് ലാസ്റ്റ് സമയം വായിക്കും. പക്ഷെ ഫസ്റ്റത്തേനൊക്കെ തുളസിയും ഓരോ ദിവസത്തേക്കും ഓരോന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ അറിയാന്ന്. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാ ദിവസവും പോയിട്ട് തുമ്പ പറിക്കും, മുക്കുറ്റി പറിക്കും, കാക്കപ്പൂ പറിക്കും, സുന്ദരിപ്പൂ പറിക്കും. മറ്റേ സാധനം ഉണ്ടല്ലോ 4 മണിപ്പൂയില്ലേ? 4 മണി മഞ്ഞൊക്കെ നമ്മള് വെക്കാം. പക്ഷെ 4 മണി മങ്ങി പോയില്ലേ? പക്ഷെ അതും ഞങ്ങൾ അത് പറിക്കാറുണ്ടോന്ന് എനിക്ക് അറിയില്ല. എല്ലാവർക്കും ഒന്നും കൂടെ ഒരു ഹാപ്പി ഓണം പറ പപ്പ. ഹാപ്പി ഓണം ഓൾ. അപ്പൊ ഞാൻ പപ്പോട് ഇപ്പൊ ചോദിക്കാൻ പോണത്, ഇപ്പൊ നമ്മൾ ഓണം നമ്മളിവിടെ കാനഡയിൽ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ 3ാമത്തെ കാനഡയിലത്തെ ഓണമാണിത്. അപ്പൊ പപ്പ ഇന്ന് ഓണത്തിന് എന്താണ് മിസ് ചെയ്യുന്നത്? ഒരുപാട് സംഭവങ്ങൾ മിസ് ചെയ്യുന്നു. നാട്ടിലോണം ഒരു ഊഞ്ഞാലുണ്ടാവും. ശരിയാ, ഒരു ഊഞ്ഞാല് വേണമായിരുന്നു. നാച്ചുറൽ ആയിട്ടുള്ള പൂക്കൾ, നാച്ചുറൽ പൂക്കള് പപ്പ, മമ്മിയുടെ പൂക്കള്. പക്ഷെ പപ്പ ഉദ്ദേശിച്ച കാട്ടിലെ പൂക്കളായിരിക്കും. തുമ്പ മുക്കുറ്റിയും അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് മമ്മിയുടെ നാച്ചുറൽ ഫ്ലവേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അപ്പൊ അതാണോ പപ്പ മിസ് ചെയ്യുന്നത്? പപ്പ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ടോ? പക്ഷെ അപ്പൊ നാട്ടിലെ ഓണാണോ പപ്പയ്ക്ക് ഇഷ്ടം, കാനഡയിലെ ഓണാണോ പപ്പയ്ക്ക് ഇഷ്ടം? നാട്ടിലെ ഓണം എനിക്ക് ഇഷ്ടം. വൈ? ഇതെല്ലാം മിസ് ചെയ്യേണ്ട കൂട്ടുകാരെ മിസ് ചെയ്യണം. ഓക്കെ, അപ്പൊ പപ്പ മിസ് ചെയ്യുന്നത് നാട്ടിലെ ഒരു ഓണത്തിന്റെ വൈബ്. അപ്പൊ പപ്പ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, പപ്പ ഇപ്പൊ കുറെ കൊല്ലം ഓണം ആഘോഷിച്ചിട്ടുണ്ടാവില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ പപ്പ ഒരു 63 കൊല്ലം, 62 വർഷം, അത്ര ആയിട്ടുള്ളൂ. 62 നീ കൂട്ടല്ലേ, 62 ഓണം ഉണ്ട ഒരാളാണല്ലോ പപ്പ. അപ്പൊ ആദ്യത്തെ എന്താ പറയാ, അത്രയും കൊല്ലത്തിൽ നിന്ന് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണ്? പഴയ ഓണം എന്ന് പറഞ്ഞാൽ അത് ദാരിദ്ര്യത്തിൽ ആഘോഷിക്കുന്ന ഓണം. ദാരിദ്ര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരു ഓണമായിരുന്നു. അപ്പൊ അന്ന് കഞ്ഞിയായിരുന്നോ? അല്ല, അന്ന് ഒരു ഡ്രസ്സ് നമ്മൾ ഓണത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഓ യെസ് യെസ്, നല്ലൊരു സദ്യ നമ്മൾ ഓണത്തിനെ ഉണ്ണുള്ളൂ. ശരിയാ, ഒരുപാട് കറികളും ഒരു പായസം. ഓ യെസ് യെസ്, ശരി, ഞാൻ അത് കേട്ടിട്ടുണ്ട്. അതായത് പക്ഷെ അന്ന് ഒരു സിനിമ കാണുന്നത് ഈ ഒരു സമയത്തായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം ഒരുമിച്ച് വരും. ശരി, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയത്ത് നമുക്കിപ്പോ ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ഓടിപ്പോയി ഒരു 10 ഡ്രസ്സ് എടുക്കും. അപ്പൊ പപ്പയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ പണ്ട് ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ അത് ഓണം ആവണമായിരുന്നു. പൈസ കുറവായിരുന്നു, കടകൾ കുറവായിരുന്നു, ഉൽപ്പന്നങ്ങൾ, ഡ്രസ്സ് എല്ലാം വളരെ കുറവായിരുന്നു, കടകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ നമുക്ക് ഡ്രസ്സ് കിട്ടുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. പിന്നെ ഇന്ന് അങ്ങനെയൊന്നും. ശരിയാ ശരി, അതിന്റെ ഒരു വൈബ് ഡിഫറെന്റ് ആയിരുന്നു. അതുപോലെ നല്ല ഫുഡ് കിട്ടണമെങ്കിൽ ഓണം. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ബിരിയാണി കഴിക്കാം. ആ ഓണം ഒരു പ്രത്യേക സന്തോഷത്തിന്റെ ഒരു ഓണമായിരുന്നു. അപ്പൊ ഇന്ന് പപ്പയ്ക്ക് സന്തോഷം കുറവാണ്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിട്ട്. സന്തോഷം ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. എന്നാലും ആ അത്രമാത്രം ആഹ്ലാദം പപ്പയുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല അല്ലെ? അല്ല, അങ്ങനെ ഒരു ഇതുണ്ട് നമ്മളിപ്പോ. ഇപ്പൊ സമൃദ്ധിയുടെ ഓണോ, മറ്റേ ദാരിദ്ര്യത്തിലെ ഓണോ. അപ്പൊ അതങ്ങനെയുള്ള അത് ഒരുപാട് കാര്യങ്ങൾ.
ഓക്കെ, താങ്ക് യു സോ മച്ച് ഡാഡ്. ഹാപ്പി ഓണം. നമ്മളിവിടെ അത്തപ്പൂക്കളം ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ കാവ്യയോട് ചോദിക്കാം. കാവ്യനെ സംബന്ധിച്ച് കാവ്യ എന്താ പറയാ, കുറച്ച് നല്ല ഹിന്ദു ട്രഡീഷൻ ഒക്കെ കൊണ്ടിറക്കുന്ന ഒരു അല്ലേ നാട്ടിലത്തെ അതായത് ഹിന്ദു ആകുമ്പോ കുറച്ചും കൂടി ഓണത്തിനൊരു ഒരു കൂടുതൽ സംഭവം ഉണ്ടാവുമായിരിക്കും അവര്. നമുക്കിവിടെ വേറെ ഹിന്ദുസ് ഉണ്ട്. കുറച്ച് മമ്മി that's okay. വീഡിയോ എടുത്തിട്ടില്ല, സോറി. ഞാൻ നിക്കാം. that's okay. എന്തില് പപ്പ പാത്രം നശിപ്പിക്കരുത്. പതുക്കെ പതുക്കെ. ഏഞ്ചിലെ കഴിഞ്ഞു കഥ. അപ്പൊ നമ്മൾ കുറച്ച് ഗെയിം കളിച്ചു. ഞാനാണ് ഫസ്റ്റ് വന്നത്. എന്ത് ചെയ്യാം? ഹായ്, സേ സം വേർഡ്സ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഗൈസ്. അപ്പോ ആൽബിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് ഡു യു മിസ് റൈറ്റ് നൗ? ഇവിടെ ഓണം ആഘോഷിക്കുമ്പോ വാട്ട് ഡു യു മിസ്? I didn't miss anything. സീരിയസ് ആയിട്ടാ? I'm so fucking happy. നമ്മള് ഭക്ഷണം കഴിക്കുന്നത് താഴെയാണ്. സോ നമുക്ക് താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. എന്നെ കാണാൻ ഒരു ഭംഗിയുണ്ടോ? എല്ലാവർക്കും ഉപ്പ് കിട്ടോ കാവ്യ? ഡാഡ്, വൺ പീസ് ഓഫ് ഹൽവ. കുറച്ച് ഇത്. അപ്പൊ നമുക്കിനി കുറച്ച് ഫുഡ് വിളമ്പാണ്. എല്ലാരും കൂടിയിട്ട് അങ്ങ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഹൽവ വരെ ഉണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹൽവയാണ്. അപ്പൊ ഒരു ഹൽവ, കുറച്ച് ശർക്കര വരട്ടി, കുറച്ച് കായ വറുത്തത്. അയ്യോ, ഇത്ര ഇട്ട് കഴിഞ്ഞാൽ തകി. അപ്പൊ എല്ലാം കൂടിയിട്ട് നമ്മൾ നല്ലൊരു സദ്യ വട്ടം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ചോറാരാ? ഞാനാ. ബീട്രൂട്ട് പച്ചടി മാത്രം സൂക്ഷിച്ചിടുക കേട്ടോ. അത് കാളൻ, കുറുക്ക് കാളൻ. അത് കുഴപ്പമൊന്നുമില്ല. അത് തികയുന്ന രീതിയിൽ ഇട്ടാൽ മതി എല്ലാവരും. ആൽബി, യു വാണ്ട് ഹൽവ? പച്ചടി. ഓ, ഇതിപ്പോ കൊറേ സദ്യ വട്ടമായല്ലോ. ഒരു സൈഡിൽ. അപ്പൊ പാവയ്ക്കാണ് താല്പര്യം കൂടുതൽ. മമ്മി രണ്ട് ഡയലോഗ് പുറട്ടൽ ഇത് ഇടാൻ പറ്റുള്ളൂ. അല്ല, മമ്മി പറഞ്ഞു ഒന്ന് മാറിയോ ഞാട്ടോളാവ്. പപ്പയ്ക്ക് നമ്മൾക്ക് ഇത് നമ്മുടെ കിച്ചടി. പാവയ്ക്ക് മാത്രം. പാവയ്ക്ക കിച്ചടി. മമ്മിക്ക് ഓൺലി പാവയ്ക്ക ഉണ്ട്. കുറച്ച് പാവയ്ക്ക ഇരുന്നോട്ടെ. പാവയ്ക്ക കിച്ചടി ഇത് ഞാനാണ് ഉണ്ടാക്കിയത്. മമ്മി തൈര് ഇതാക്കിയത് ഞാന്. ഇതിനകത്തേക്ക് അരപ്പിട്ടത് ഞാന്. ഇതിനകത്ത് ഇത് ഫ്രൈ ചെയ്തിട്ടത് ഞാന്. അപ്പൊ അത് ഞാനല്ലേ ഉണ്ടാക്കിയത്. ഫ്രൈ ചെയ്ത് ഏഞ്ചില്. അപ്പോഴും മമ്മിയല്ലല്ലോ. അരപ്പുണ്ടാക്കിയതാരാ? ഒരു വീഡിയോ എടുത്തോട്ടെ. എല്ലാ ഫുഡും ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടോട്ടെ. ഞാനിടാം പപ്പയ്ക്കാണ്. അതെന്നാ പറയില്ലേ മമ്മി തന്നെ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഈ സദ്യ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ഇത് തുറന്നു വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ സദ്യ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്. അതായത് ഫുഡ് ബേസിക്സിൽ രാവിലെ തന്നെ ഞാൻ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഇതിനെല്ലാം, അതായത് എല്ലാം
എല്ലാ സാധനവും അല്ല പപ്പ, എല്ലാ സാധനവും ഞാൻ പോയി വാങ്ങിച്ച് ചോറ് അരി ഒക്കെ ഇട്ടും അതിനുശേഷമാണ് ഈ 15 കൂട്ടം കറികൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്. നൈറ്റ് കഴിഞ്ഞ് വന്നതാണ്. നൈറ്റ് കഴിഞ്ഞ് വന്ന് ഞാൻ ഉറങ്ങി എണീറ്റപ്പോ സദ്യ റെഡി. സദ്യ റെഡി. കാരണം മമ്മീനെ ഏഞ്ചലിനൊന്നും ഞാൻ വിളിച്ചില്ല. രാവിലെ തന്നെ എണീറ്റിട്ട് ഇത് കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു അല്ലേ പപ്പ? രാവിലെ തുടങ്ങി ഈ സമയം വരെ അവള് ഓണത്തിന്റെ കണ്ടന്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കറി പോലും ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ എണീറ്റ് വന്നപ്പോ ഭയങ്കര തിരക്കിട്ട് പണിയുണ്ട്. എണീറ്റ് സമയം കൂടി ഒന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി 4:00 ഞാൻ എണീറ്റു. ഈ കൊച്ചു ഒത്തിരി എഫേർട്ട് എടുത്തു. 4:30 പെട്ടി പോയിട്ടുണ്ടാവുള്ളൂ ഉറങ്ങാനായിട്ട്. എന്നിട്ട് അപ്പൊ തൊട്ട് ഞാൻ കറിക്കുള്ള അപ്പൊ പപ്പ എന്നോട് ചോദിച്ചു മോളെ ഹെൽപ്പ് വേണോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ രണ്ടുപേരും 3 പേരൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഓണം ഭംഗിയാക്കാൻ വേണ്ടിട്ട്, ഇവരുടെ സന്തോഷത്തിന് വേണ്ടിട്ട്. ഇത്ര വലിയ നുണ പറയുന്നത്. കറികളുടെ പേരൊന്ന് പറയാം. എല്ലാ കറികളും, അതായത് അവിയല്, സാമ്പാറ്, അതിന് ചൂണ്ടി ചൂണ്ടി കാണിക്കുകയാണ്. കുഴപ്പമില്ല. സാമ്പാർ, പച്ചടി, പച്ചടി, കിച്ചടി, മോര്, തൈര്, സാമ്പാർ തുടങ്ങിയ എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കി. നിങ്ങൾ കഴിച്ചിട്ട് അലുവ വരെ അവള് ഉണ്ടാക്കിയതാണ്. ഇനി നിങ്ങൾ ഓരോരുത്തരും കഴിച്ച് അഭിപ്രായം പറയണം. നീ ഇരുന്ന് ഇരിക്കാണ്ട് എന്നെ കണ്ട് പഠിക്ക്. പപ്പ എന്നെ കണ്ട് പഠിക്കാൻ പറയാ ഏഞ്ചലിന്റെ അടുത്ത്. അത് വേണം. അപ്പൊ നിങ്ങളെ സാമ്പാർ പൊളിച്ചു. താങ്ക് യു മോം, താങ്ക് യു. സാമ്പാർ വെള്ളം. പക്ഷെ കവി വയ്ക്കാൻ നിങ്ങൾ ബീട്രൂട്ട് ഇടും. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം. പഴം, പായസം, അവിയൽ, തോരൻ, സാമ്പാർ, കിച്ചടി, തൊടുകറി. അല്ല, പോയി. ഞാൻ പറയട്ടെ, പപ്പടം, പായസം, അവിയല്, തോരൻ, സാമ്പാർ, ഉള്ളിക്കറി. അച്ചാറ് വേണ്ട, അവരൊന്നും പറഞ്ഞില്ല. ആണോ? ഓക്കെ. പപ്പടം, പഴം, പായസം, അവിയൽ, തോരൻ, സാമ്പാർ, കിച്ചടി, തൊടുകറി, ഓലൻ, കൂട്ടുകറി, അച്ചാർ, പരിപ്പ്. പപ്പടം, പഴം, പായസം, അവിയൽ, തോരൻ, സാമ്പാർ. നമ്മളപ്പോ ഔട്ട്ഫിറ്റ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 12 o'clock ആയി. ഫുൾ ഔട്ട്ഫിറ്റ് ഒക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗെയിം കളിക്കാൻ വേണ്ടിട്ട് പോവാണ്. പിന്നെ വേഗം നമ്മൾ ഈ ഔട്ട്ഫിറ്റ് ഒക്കെ മാറ്റാം. സോ ഹൗ വാസ് യുവർ ഓണം സെലിബ്രേഷൻ ഏഞ്ചൽ? ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പൊ കുറച്ച് ഫണ്ണൊക്കെ ഞങ്ങൾ അവിടെ കുറെ ഗെയിമൊക്കെ കളിച്ച് ഭയങ്കര ഫണ്ണൊക്കെ ആയിരുന്നു. ഞാൻ അതൊന്നും അത്ര ഷൂട്ട് ചെയ്തിട്ടില്ല, ഫോൺ അപ്പോഴേക്കും ഓഫ് ആയി പോയി. പിന്നെ നമുക്ക് ഫുൾ ചേഞ്ച് ചെയ്യാം, കാരണം അതൊക്കെ ഭയങ്കര സഫക്കേഷൻ. പായസമൊക്കെ കഴിച്ച് സദ്യ കഴിച്ചിട്ട് ഭയങ്കര ഹെവി ഫീലിംഗ് ആണ്. അപ്പൊ നമുക്ക് അതെല്ലാം ഒരു ഒന്ന് കംഫർട്ടാണ്. പക്ഷെ come on dad, come on പപ്പ. ഹലോ, നമ്മൾ അടുത്ത ഗെയിം കളിക്കാൻ പോവാണ്. അതിന്റെ നെയിം ആണ്, അതിന് പേരില്ല. മമ്മി ഇതിന്റെ പേരെന്താ? ഓ പപ്പ വെരി സ്പിരിറ്റ് ആട്ടോ പപ്പയ്ക്ക്. നിങ്ങള് കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ അതെ, നമ്മളെ ഒരു കാര്യം, ഒരു ടീം മെമ്പേഴ്സിനോട് കാര്യം പറയാനുണ്ട്. വന്നേ, മനസ്സിലായോ? മനസ്സിലായി. മമ്മി വാങ്ങിക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വാങ്ങിച്ചിട്ടോ, കാരണം ഈ സാധനം എന്തായാലും മുളത്ത് പോയില്ല. മനസ്സിലായില്ലേ? മനസ്സിലാവണ്ട നിങ്ങൾ, അതിലെ കാര്യം ഇരിക്കണത്. അതിന് പപ്പ ഇത് കളിക്കാം.
ടച്ച് ചെയ്യരുത്. അയ്യോ നമ്മള് റിവേഴ്സ് പോണം. റിവേഴ്സ് റിവേഴ്സ് പോകാൻ പറ്റോ? എന്ത് പപ്പ ഇങ്ങനെ വെച്ചിട്ടേ റിവേഴ്സ് പോണം. അത് പോ പപ്പ ഒരു ഡാൻസ് വേണം. ഇത് ഈ ഗെയിം വേണ്ട, നമ്മൾ പൊട്ടും. ഹലോ, ഇവിടെ സമയം രാത്രി 4 മണിയായി. ഇപ്പോൾ എല്ലാവരും പോയി, നമ്മളെല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാറ്. എനിക്ക് ഉറക്കം വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പോയി കളഞ്ഞ് ഞങ്ങൾ ഉറങ്ങാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. If you like this video, don't forget to like, share and subscribe. So once again, happy Onam.